ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണെന്ന് മനസ്സിലായോ? ഇന്ന് ഞാനിതാ മിഠായി തെരുവ് എത്തിയിട്ടുണ്ട് കേട്ടോ, കോഴിക്കോട്. അപ്പോൾ നമുക്ക് ഇന്ന് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാടൊന്നുമില്ല, മിഠായി തെരുവിൽ മാത്രമാണ് ഞാൻ ഇന്ന് കറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമ്മൾ ഈവനിങ് ടൈമാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഒരു തരി സ്ഥലം പോലും ബാക്കിയില്ല, നല്ല തിരക്കാണ്. നമുക്ക് മുന്നോട്ട് അങ്ങനെ പോയി നോക്കി നോക്കാം. ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് തിരഞ്ഞ് നടപ്പാണ്. അതിൻ്റെ ഇടയിലാണ് ഞാനൊരു ഐസ്ക്രീമിൻ്റെ കട കണ്ടത്. ഒന്ന് വാങ്ങിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കയറി വരുന്ന ആ സ്ഥലത്ത് തന്നെയാണ് അത് വരുന്നത് കേട്ടോ. ഒരു സ്പൈറലായിട്ടുള്ള ഒരു ഷേപ്പിലൊക്കെയാണ് ഐസ്ക്രീം ഉള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു സൈഡിലുള്ള ഒരു ഏരിയയിൽ പോയിരിക്കുകയാണ്. ഇവിടെ അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോവാം ഗൈസ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഡ്രസ്സിൻ്റെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഞാൻ അവിടുന്ന് 2-3 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പോൾ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6:45-7 മണീൻ്റെയൊക്കെ ആ ഒരു ടൈമാണ്. ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രസമാണ് ഈ ഒരു ടൈമിൽ ഇവിടെ വരാൻ കേട്ടോ. നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ നല്ല രസമാണ്. ഇത് കൂടെ വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡ്രസ്സ് കടകളും അതുപോലെ ചപ്പലും ബാഗും അതുപോലെ സ്കൂളിലേക്കുള്ള ഐറ്റംസും പിന്നെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമുക്ക് ഇനി ഹൽവ വാങ്ങണം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഹൽവേൻ്റെ കടയിൽ ചെന്നപ്പോൾ പല കളറിലുള്ള ഹൽവയൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഹൽവ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ അത്തിപ്പഴം കൊണ്ടുള്ള ഒരു ഹൽവയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേട്ടൻ എനിക്ക് അതൊന്നൊരു പീസൊക്കെ കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഹൽവയാണ് വാങ്ങുന്നത്. അതാവുമ്പോൾ എല്ലാതും ഉണ്ടാവുമല്ലോ. അതിൽ ആ ഗ്രീൻ കളർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചില്ലി ടേസ്റ്റുള്ള ഹൽവയാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ചെറിയൊരു പീസ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹൽവയൊക്കെ വാങ്ങി. അവർ ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. പക്ഷേ ഞാനത് റെക്കോർഡ് ചെയ്തിട്ടില്ല, വോയിസ് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും വരണം എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഹൽവയൊക്കെ തന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ നമ്മളതാ ഇവിടുന്ന് മിഠായി തെരുവിൽ നിന്ന് യാത്ര പറയുകയാണ്. ഇനി നെക്സ്റ്റ് വ്ലോഗ് കാണാം. ചച്ചാ ബൈ.